സത്യത്തിൽ ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും, അവന് സ്ട്രോക്ക് വന്നു. നിർമ്മാതാവ് ഹസീബിനെ ജയറാം പറഞ്ഞു വഞ്ചിച്ചു എന്ന ആരോപണം നിലനിൽക്കെ ഈ വാദം 100% ശരിയാണെന്ന് ഹസീബിൻ്റെ സഹോദരി ഉഷ ഹസീന. ജയറാം കൊടുത്ത വാക്കിൻ്റെ പേരിലാണ് കാളിദാസ് ജയറാം നായകനായ ഹാപ്പി ദർബാർ എന്ന സിനിമ ഹസീബ് നിർമ്മിച്ചതെന്നും എന്നാൽ സിനിമ പരാജയപ്പെട്ട ശേഷം ഫോൺ കോൾ ചെയ്യാൻ പോലും ജയറാം തയ്യാറായില്ല എന്നും ഉഷ ഹസീന പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ഹസീനയുടെ ഈ വെളിപ്പെടുത്തൽ. ജയറാമിൻ്റെ വാക്കിൻ്റെ പുറത്താണ് ഹസീബ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഗ്രാൻഡ് ഫാദർ എന്ന സിനിമ തൊട്ടു മുമ്പ് ചെയ്തിരുന്നു, അത് മോശമായിരുന്നു. ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ ഇത് ചെയ്യരുതെന്ന് ഞങ്ങളെല്ലാവരും ഹസീബിനോട് പറഞ്ഞതായിരുന്നു. മനസ്സിൽ വിചാരിച്ചതുപോലെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവൻ്റെ ആരോഗ്യവും പോകേണ്ട അവസ്ഥയുണ്ടായി. ഞങ്ങൾ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഹസീബ് പറഞ്ഞത് ജയറാമേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. പഞ്ചാബിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തത്, അവരെയൊന്നും വിശ്വസിക്കരുത്, നമുക്കിവരെയൊക്കെ നന്നായി അറിയാവുന്നതാണ്. ജയറാം എപ്പോഴും വരുമായിരുന്നു, ഇതിലെ പോയാൽ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ പോകില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആൾ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്തില്ല. അതിനുശേഷം അവനൊരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ടായി, അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. എത്രയോ പേർ ഹസീബിനെ കാണാൻ വന്നു, പക്ഷേ ജയറാം കാണാൻ വന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം ജയറാം മകളുടെ കല്യാണ സമയത്ത് ഹസീബിനെ വിളിച്ചു. സംസാരം മനസ്സിലാകുന്നില്ല, എന്തുപറ്റി ഹസീബെ എന്ന് ചോദിച്ചു. അന്ന് വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ ജയറാം പറഞ്ഞത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു. ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഉഷ ജയറാമുമായുള്ള ഹസീബിൻ്റെ ശബ്ദരേഖയിൽ പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആ അങ്കിൾ ഇത്രയും പൈസ മുടക്കിയത്, കണ്ണന് വേണ്ടി കളഞ്ഞതെന്ന് ഞാൻ എപ്പോഴും പറയും. പടച്ചോൻ തിരിച്ചു തരും ഏതെങ്കിലും രൂപത്തിലെന്നും ദൈവം എപ്പോഴും കൂടെയുണ്ടാകുമെന്നും പറയുന്നു. സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഡ്രിങ്ക്സിൻ്റെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, ആശുപത്രിയിലായി, എല്ലാം ശരിയായി. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ പ്രാർത്ഥനകളും. ഈ മാസം 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ വരാം, നേരിട്ട് കണ്ടോളാം എന്നാണ് ജയറാം ഈ ശബ്ദരേഖയിൽ പറയുന്നത്. എന്നാൽ ജയറാം ഇതുവരെ കാണാൻ വന്നിട്ടില്ല എന്നും ഉഷ ഹസീന പറയുന്നു.